ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കബ്സയാണ് കേട്ടോ. കബ്സ. എങ്ങനെ ഈ കബ്സ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കിയാലോ. 20 മിനിറ്റ് ബസ്മതി റൈസ് കുതിർക്കാൻ വെക്കാം. ആ 20 മിനിറ്റ് കൊണ്ട് നമുക്കൊരു പേസ്റ്റ് അരച്ചെടുക്കാം. ഇതാണ് ആ പേസ്റ്റ്. പ്രത്യേകം കാര്യം, സ്കിന്നോടുള്ള ചിക്കൻ എടുക്കാൻ മറക്കരുതേ. 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് സ്പൈസസുകൾ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ചേരുവകളും അളവും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ളിയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ക്യാപ്സിക്കൻ ഇടുക. അതിനുശേഷം 2 മാഗി ക്യൂബ് ഇടുക. നമ്മൾ അരച്ചു വെച്ച ചമ്മന്തി ഇതിലേക്ക് ചേർക്കുക. 4 പച്ചമുളക് അതിലേക്ക് ഇട്ടതിന് ശേഷം അല്പം ഉപ്പ്. സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ ഈ മസാലയിലേക്ക് ചേർക്കുക. അന്നതിന് ശേഷം നന്നായി വരട്ടുക. അതിനുശേഷം മൂടി വെക്കുക. ഇങ്ങോട്ട് വന്നതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് തൈര് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് ചുടുവെള്ളം ഇതുപോലെ അതിലേക്ക് ചേർത്ത് നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചുടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് കുറച്ച് തക്കാളി സോസും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനു വേണ്ടി നമുക്ക് ചിക്കൻ ശാലോ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ചേരുവകൾ ചേർത്ത് കൊടുക്കുക. ശാലോ ഫ്രൈ ചെയ്യുന്ന ചേരുവകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ നോക്കി ചെയ്താൽ മതി. ചിക്കൻ അവിടെ ഫ്രൈ ആകട്ടെ. നമുക്ക് അരി ഇതിലേക്ക് ഇടാം. നമ്മൾ 20 മിനിറ്റ് അവിടെ വെച്ചതല്ലേ അരി. അപ്പോൾ ആ രീതിയിലേക്ക് ഇട്ട് വേവാൻ വെക്കാം. നമുക്കിവിടെ ശാലോ ഫ്രൈ കൂടി അതിലേക്ക് ചോറ്റില എന്നല്ല ഞങ്ങളുടെ നാട്ടിൽ പറയാം. ചോറ്റിലയും മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ല വെള്ളം വറ്റിക്കോട്ടെ കേട്ടോ. നല്ല വെള്ളം വറ്റിക്കോട്ടെ. ചോറൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മുന്തിരി കുറച്ച് അധികം ഉണ്ടായിക്കോട്ടെ. നല്ല മുന്തിരി നമുക്ക് ഇടയിൽ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് നമ്മൾ ശാലോ ഫ്രൈ വെച്ച ചിക്കൻ അതിലേക്കൊന്ന് നമുക്ക് ഇടുക. അപ്പോൾ ഇടുമ്പോൾ ഒന്ന് സെറ്റപ്പാക്കി ഇടുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ആവിയേക്ക് പോകണ രീതിയിലൊന്ന് ഒന്ന് ദമ്മാക്കി വെച്ചാൽ അടിപൊളിയാവും. ഇതിൻ്റെ ഉമ്മ ഉണ്ടാക്കിയ കപ്സ കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളി സാധനം. ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ.